കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Camry Ice Cream Love has many flavors and East Eco presents Nyanum Ende Aalum co-powered by Pooja Ragini. Cosmetic partner Dazzler Etena Way to Stardom. Special partner Vigaland Homes. ഞാനും എൻ്റെ ആളും എന്ന ഈ ഒരു പ്രോഗ്രാം പ്രേക്ഷകരിലേക്ക് എത്തിയിട്ട് കുറച്ച് ആഴ്ചകളായി. ഈ 8 കപ്പിൾസിന്റെയും ലൈഫ്, അവരുടെ ഒരു ലവ്, അവരുടെ മാരേജിന്റെ ജേർണി, ഇതൊക്കെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ പ്രേക്ഷകർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ലൈഫിലെ കഥകൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ലവ് ആൻഡ് മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്ന ചില ആളുകളെ അവർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് അവർക്ക് പറ്റിയ വേദിയാണെന്നൊക്കെ സജഷൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരം ഒരു കപ്പിളിനെയാണ് നമ്മൾ ഇന്ന് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അത് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 2 പേരാണ് നമ്മുടെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. നമ്മൾ ഈ മാരേജിനെ കുറിച്ച് പറയുമ്പോൾ പറയില്ലേ, നമ്മൾ പരസ്പരം 3 വടികളായിരിക്കണം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പരസ്പരം കണ്ണാവുക, കരുതലാവുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ചിലപ്പോഴാണ് നമ്മുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണാറുള്ളൂ, അല്ലെ? അക്ഷരാർത്ഥത്തിൽ ഭർത്താവിന് കണ്ണായ ഒരു ഭാര്യ, ആ ഭാര്യയുടെ സ്നേഹനിധിയായ ഭർത്താവ്, അവര് സെലിബ്രേറ്റ് ചെയ്യുന്ന അവരുടെ മാരേജ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഇന്ന് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇസ്മായിൽ ആൻഡ് ഞാൻ പറഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചിയും ഇസ്മായിൽ ഒക്കെയും. അപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 30 കൊല്ലത്തിൽ കൂടുതലായി. നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം, നിങ്ങളുടെ കഥയൊക്കെ കേട്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാരും കല്യാണം കഴിച്ച കുറേ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ശരിക്കും ഏത് നാട്ടിൽ നിന്നാണ്? ഞങ്ങൾ കോയമ്പത്തൂർ കേരളത്തിൽ വന്നിട്ട് 10-20 വർഷത്തിൽ കൂടുതലായി. ഞങ്ങൾ കുറച്ച് ദിവസം തമിഴ്നാട്ടിലായിരുന്നത്. അപ്പൊ അവിടെ പണി കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി, ഞങ്ങൾക്ക് ശമ്പളം കിട്ടാതെ. അപ്പൊ ഞങ്ങള് കേരള സൈഡ് പോവാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. ഇവിടെ എറണാകുളത്തേക്ക് വന്നിട്ട് ലോട്ടറി കുറച്ച് വിറ്റ്. അപ്പൊ ഞങ്ങൾക്ക് അതിലെ പൈസ കിട്ടിയിട്ടില്ല, കൊറേ പട്ടിണി അത് ഇതിന് കിടന്നത്. അപ്പൊ സങ്കടമായി പോയി. അപ്പൊ കോഴിക്കോടേക്ക് പോയത്. അതെ, കോഴിക്കോട് തന്നെ ഉണ്ട്. ഇപ്പൊക്ക് കോഴിക്കോട് തന്നെ ഞങ്ങൾ കോഴിക്കോട് എന്താ ചെയ്യുന്നത്? കടല കച്ചവടം ചെയ്യാം, കപ്പലണ്ടി കച്ചവടം. ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചില് പുതിയ സ്റ്റാൻഡില്. അപ്പൊ കോഴിക്കോടുകാർക്ക് ഒരുപാട് പേർക്ക് ചിലപ്പോ നേരിട്ട് പരിചയമുള്ളവരുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. അവര് അക്കീമെന്ന് പറഞ്ഞ മൂപ്പറും പിന്നെ ആഷിക്ക് പിന്നെ വന്നിട്ട് അരുണെന്ന് പറഞ്ഞ 3 ആള് ഞങ്ങളെ വീഡിയോ എടുത്തു. എല്ലാരും അറിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷത്ത് കൊടുത്ത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്താ, വീട് കിട്ടാതെ ഒരു ബുദ്ധിമുട്ടാ. ഞങ്ങൾക്ക് വാടക 10-15-20 വർഷം ഞങ്ങൾക്ക് വാടക കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ പറ്റില്ല. 5000 രൂപ വാടക, അതാണ്. അതേ കണ്ടിട്ടാ ബുദ്ധിമുട്ട് മാഡം. വേറെ ഒന്നും ഞങ്ങൾക്കൊന്നും അല്ല. എല്ലാരും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സഹായിക്കാനുണ്ട്. ഞങ്ങൾക്ക് പൈസ വന്നാലേ അത് ചെലവായി പോകും, പുട്ട് കളിച്ച് ചെലവായി പോകും. അപ്പൊ ഞങ്ങൾക്ക് നിൽക്കാനൊക്കെ ഒരു സ്ഥലം ഇല്ലാതെ നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് വാടക ഇല്ലാതെ ഞങ്ങൾ മരിക്കാൻ അതാ ഞങ്ങൾക്ക് മരിക്കാൻ വരയ്ക്ക് അവരും ഒപ്പം ഞാൻ നിൽക്കോണ്, എന്റെ ഒപ്പം അവർ നിൽക്കും. അതാ. നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്? ഇല്ല, സ്നേഹിച്ചതാണ്. കോയമ്പത്തൂരിലെ കണ്ട് പിന്നെ അവര് എന്നെ ചോദിച്ച് എന്നെ ഇഷ്ടപ്പെടാനുണ്ടാ, എന്താ കൂടെ നിക്കാനൊക്കെ നിനക്ക് പറ്റാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരി. അപ്പൊ കണ്ണില്ല, അങ്ങനെ ആയത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ മരിക്കാൻ വരയ്ക്ക്
എന്നെ വിട്ടു പോകാൻ പാടില്ല, നിന്നെ ഞാൻ വിടല. എവിടെ ഒരു വാടക വീട് എടുത്ത് നമ്മ കഞ്ഞിനാളും കഞ്ഞി വെച്ച് കുടിച്ചിട്ട് നമ്മ ജീവിക്കാം. അങ്ങനെ പറയും. ഇതുപോലെ ഞങ്ങൾ 10-30 വർഷം ഇങ്ങനെ തന്നെ നിൽക്കാണ്. ഒരേപോലെ സ്നേഹിച്ച് സന്തോഷിച്ച് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ അല്ലേ? ഇസ്മയിൽക്ക പറയൂ. പിന്നെ ഞങ്ങൾ വന്നിട്ട് ആദ്യം കോയമ്പത്തൂരിൽ ഞാൻ ചന്ദനത്തിരി കച്ചവടം ചെയ്യുമ്പോൾ ഈ അമ്മയെ ഞാൻ കണ്ട് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച് എൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവരതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കച്ചവടം ചെയ്ത് ജീവിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ വീടൊന്നും தான் ബുദ്ധിമുട്ട്, മറ്റപടി ഒരു ബുദ്ധിമുട്ടില്ല, നന്നായിട്ട് ജീവിക്കാറുണ്ട്. കേരളത്തിലുള്ള ആൾക്കാർ നല്ല സഹായിക്കുന്ന ആൾക്കാരുകളാണ്. കേരളം വന്നിട്ട് ഒരു പുണ്യ ഭൂമിന്ന് പറയണം. അങ്ങനെ ഒരു നല്ല മനുഷ്യന്മാരുണ്ട് ഇവിടെ, നല്ല സഹായിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് അവരുടെ സഹായത്തെ കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിക്കാനുണ്ട്. എപ്പോഴും അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരിക്കും? ഒരുമിച്ച് தான் നിൽക്കാനുണ്ട്, ഒരുമിച്ച് തന്നെ. എവിടെ പോയാലും അവരെ വിട്ട് ഞാൻ പോലെ എന്നെ വിട്ട് അവരും പോലെ അങ്ങനെയാക്കി ഞങ്ങൾ ജീവിക്കാനുണ്ട്. ഇതുപോലെ കാലം മുച്ചിട് ഞങ്ങൾക്ക് ദൈവം എങ്ങനെ എഴുതുണ്ടെന്ന് അറിയില്ല, അതുപോലെ ഞങ്ങൾ നിന്നാ മതി. എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ഞാൻ വിചാരിക്കാനുള്ളത് തന്നെ. ഓ വെളുത്തിട്ടുണ്ടാന്ന് കൂടെ അവർക്കറിയില്ല. ஆனால் അവര് നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എങ്ങനെ ഉണ്ടാന്ന് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് ഞങ്ങൾ ജീവിക്കാനുണ്ട് വേണം. അന്ന് എല്ലാരും കൂടെ നിന്നോ വീട്ടുകാര്? ഇല്ല, എനിക്ക് ആരില്ല. എനിക്ക് ആരും അച്ഛമ്മ, ചേച്ചി, അനിയത്തി, ഏട്ടൻ ആരും ഇല്ല. അവർക്ക് ആരും ഒബ്ജക്ഷൻ ചെയ്തില്ല. അത് നമ്മുടെ താല്പര്യം പറഞ്ഞവരുണ്ട്. പറഞ്ഞില്ല. മതത്തില് അവര് എന്നെ വിളിച്ചിട്ടില്ല, എന്ന മതത്തില് ഞാനും വിളിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരേ ഇതില് നിൽക്കാനുണ്ട്. രണ്ടുപേരും റിലീജിയൻ പോലും ചേഞ്ച് ചെയ്യണം എന്നുള്ള അങ്ങനെ യാതൊരു കണ്ടീഷനും ഇല്ല. ഇങ്ങനെയാണ് നമുക്ക് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. 30 വർഷമായിട്ട് ഒരുമിച്ചുണ്ട്, സുഖത്തിലും ദുഃഖത്തിലും. അതും അമ്മ പറഞ്ഞ ഒരു വാക്ക് കേട്ടോ, ഞാൻ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് പോലും ആൾക്ക് അറിയില്ല. പക്ഷെ ഇതിലൊന്നും അല്ല കാര്യം, ആ ഒരു സ്നേഹത്തിലും ബോണ്ടിങ്ങിലുമാണ്. അത് വിടാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ഒരു നിൽപ്പിലാണ് കാര്യം. ഒരു വചനമുണ്ട്, നിന്റെ ഇണയെ ഞാൻ മുന്നമേ കണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇസ്മായിലെ, നിനക്ക് അമ്മയുടെ പേരെന്നാ? ഭാഗ്യലക്ഷ്മി. ഇസ്മായിലെ, നിനക്ക് ഞാൻ ഭാഗ്യലക്ഷ്മിയെ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഒരു അരളിപ്പുണ്ട് പടച്ചോന്റെ. അതാണ് ദൈവം കൃത്യമായിട്ട് അവരെ ഒത്തുചേർത്തത്. ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ പ്രിയപ്പെട്ട വാപ്പയും അമ്മയും നന്നായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ വീടിൻ്റെ കാര്യം എന്തായാലും ഒരു കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നടക്കും. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന കോൺട്രിബ്യൂഷൻ ഞങ്ങളും ചെയ്യാം. ഇവിടെ തന്നെ അല്ലേ, കോഴിക്കോടല്ലേ? കോഴിക്കോടാണ് ഏറ്റവും അധികം നന്മയുള്ള മനുഷ്യരെന്ന് പറഞ്ഞത്. ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാരുള്ള അല്ലല്ല, ഞാൻ നിത്യം ഒഴിച്ച് അങ്ങനെ കോഴിക്കോടാണ് ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാർ, കൃത്യമായി കണക്കും. അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോടാണ്. നമ്മൾ കോഴിക്കോട് മിക്കവാറും വരാറുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ അപ്പയും അമ്മയൊക്കെ കാണാം. എന്തായാലും ഒത്തിരി സന്തോഷം. വളരെ നന്ദി. ഭാഗ്യലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷായോ? സന്തോഷം മേഡം. ഞങ്ങളെ സന്തോഷിപ്പിക്കണ്ടേ? ഓ, നിങ്ങൾ സന്തോഷം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സന്തോഷമുണ്ട് മേഡം. ഓക്കെ, അപ്പൊ എங்களுக்கு വേണ്ടിട്ട് ഒരു 2 വരി പാട്ട് പാടുമോ? എനിക്കറിയില്ല മേഡം. പാട്ട് പാടും. പാട്ട് പാടോ? எங்கிருந்த போதும் உன்னை மறக்க முடியுமா? என்னை விட்டு உன் நினைவை பிரிக்க முடியுமா? எங்கிருந்த போதும் உன்னை மறக்க முடியுமா? கண்கள் காணும் கனவிலே உன் முகம் இருக்கும், காற்றிலாடும் ரோஜா பூ சிவந்தே சிரிக்கும். கண்கள் காணும் கனவிலே உன் முகம் இருக்கும், காற்றிலாடும் ரோஜா பூ சிவந்தே சிரிக்கும்.
அன்பு உண்மையாயிரம் தரம் உன்னை அழைக்கும், அன்பு உண்மையாயிரம் தரம் உன்னை அழைக்கும், வாழ்விலே நிம்மதி இல்லையே. സൂപ്പർ ആയിട്ട് പാടി. ഇതുപോലെ പാടിയൊക്കെ തരാറുണ്ടോ? ആണോ? കൊറേ പാട്ട് പാടും. കൊറേ പാട്ട് പാടിത്തരും. അടിയെടുത്തത് കൂടെ അവർക്ക് എന്താ കളറിന് അറിയില്ല. അപ്പൊ ഈ സാരി ഇന്നും ഉടുത്തിട്ടാ ഇവിടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പഴയ സാരി ഉടുത്തിട്ട് വന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എടുത്ത് തന്ന സാരി നീ ഉടുത്തിട്ടോ ആണ് പറഞ്ഞിട്ട് അവര് പറയട്ടെ നന്നാ ഉണ്ടല്ലേന്ന് പറയട്ടെന്ന് എന്നെ ഉടുത്തിട്ട് വരാൻ എനിക്ക് ഇഷ്ടം. ഓ, അങ്ങനെ പറഞ്ഞു ഉടുപ്പിച്ച സാരിയാണ്. കളർ അറിയില്ലെങ്കിലും ഞാൻ എടുത്തു തന്ന സാരി ഉടുത്താൽ മതി എന്ന് പറഞ്ഞ പുതിയ സാരി പറഞ്ഞു ഉടുപ്പിച്ച് കൊണ്ടുവന്നാണ്. അതാണ്. അപ്പൊ നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ, ആയുരാരോഗ്യത്തോടെ ഒരുപാട് നാളിരിക്കട്ടെ. കോഴിക്കോട് വെച്ച് നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം. ഞങ്ങൾ അവിടെ വരുമ്പോ വരാട്ടോ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നായി വരമായി പൊന്നോളങ്ങളിൽ ആയിരമായിരം ദീപങ്ങൾ. ഓ ഓ തേച്ചിട്ടുണ്ടോ? എത്ര പേരെയാണ് ഞാൻ ചേട്ടൻ ഇങ്ങനെ തേക്കണം നിർബന്ധമില്ലാത്ത ആളാണല്ലേ? ഞാൻ തേച്ചിട്ടുമില്ല, ആരെ കൊണ്ട് തേപ്പിക്കാറുമില്ല. ഞാൻ വേണം മുന്നം കൊടുത്ത് അവർ തേച്ചു തരും. അകത്തൊന്നും ഈശ്വര ഒരവസ്ഥ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ അതിന്റെ രീതി തന്നെ. അല്ല ചേട്ടാ, അത് പറഞ്ഞു ചേട്ടാ. സഹിച്ചേട്ടാ, നിക്ക് ചേട്ടാ. സഹിച്ചേട്ടാ, ഇത് മോശമാണ്. സഹിച്ചേട്ടാ, ഏയ് നമ്മൾ തമാശ അങ്ങോട്ടും കൂടെ ഒക്കെ എല്ലാരും പറയണം. എന്തെങ്കിലും പറയുമ്പോൾ സഹിച്ചേട്ടാ. അല്ല, ഞാൻ വിട്ടുതരാം, ഞാൻ തിരിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഷോയിലേക്ക് ഗസ്റ്റ് ആയിട്ട് നമുക്ക് വളരെ പ്രിയങ്കരിയായ ഒരു അഭിനേത്രി കൂടി ജോയിൻ ചെയ്യുകയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ഷീലു എബ്രഹാം. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം, താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. വിശേഷം ധ്യാൻ ശ്രീനിവാസൻ. അതെ, ഞങ്ങൾ ഈ സിനിമയുടെ പേര് ഇങ്ങനെ ഫിഗർ ഔട്ട്. വീക്കം എന്നാണ് സിനിമയുടെ പേരല്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്താ? അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഞാനിപ്പം അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇനി 2 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 1-2 ഇന്റർവ്യൂസിലൊക്കെ പോയി. വീഗം എന്താണെന്ന് മലയാളികളായ പലർക്കും അറിയില്ല. പക്ഷെ എന്നോട് ഈ ഡയറക്ടർ വന്ന്, സാഗർ എന്ന ഡയറക്ടർ ഈ കഥ പറയുമ്പോൾ വീഗം എന്നാണ് പേരെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു. മോതിരമല്ലേ, മോതിരത്തിന്റെ പര്യായമല്ലേ? പക്ഷെ എന്താണ് മലയാളികൾക്ക് അത് മനസ്സിലാവാത്തത് എന്നുള്ള ഒരു പരിഭവം എനിക്കുണ്ട്. ഓരോന്നും ഓരോ അറിവാണ്. ഈ ഞാനും എൻ്റെ ആൾ ഇങ്ങനത്തെ പരിപാടികളിലൂടെ നമുക്ക് അതും അറിയാൻ കഴിഞ്ഞു. എന്തിനാ അതിനകത്ത് അഭിനയിച്ച ധ്യാൻ അറിയാവോ അർത്ഥം? എനിക്കറിയാം, ഞാൻ പഠിച്ചു. അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ്. 15 ദിവസം അതിനകത്ത് അഭിനയിച്ച ധ്യാൻ അറിയില്ല. പിന്നെ പാവപ്പെട്ട ഞങ്ങള്. അപ്പൊ പറയൂ ചേച്ചി, എന്താണ് ഈ വീഗത്തിനെ കുറിച്ച് പറയാനുള്ളത്? ധ്യാൻ വന്നു കഴിഞ്ഞപ്പോ ധ്യാൻ 15 ദിവസം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഒരു സ്റ്റോറി ലൈൻ ഒന്നും പറഞ്ഞു തരില്ല എന്നൊക്കെ പറഞ്ഞേ. എനിക്ക് വീഗത്തിനെ പറ്റി പറയാനുള്ളത്, ധ്യാൻ എന്നെ ഇപ്പൊ എനിക്ക് കാണുമ്പോ ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് കള്ള ലക്ഷണം. അതെപ്പോഴും ഉള്ളതല്ലേ? അല്ല, എന്റെ പെർസ്പെക്റ്റീവില് ഈ വീഗത്തില് ധ്യാനെ ഞാൻ എപ്പോഴും ഒരു കള്ള ലക്ഷണത്തിലേ നോക്കുള്ളൂ. ഇവന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കറക്റ്റാണ്. അത് സിനിമയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പോലീസ് ഓഫീസറാണ്. പക്ഷെ ആസ് എ പോലീസ് ഓഫീസർ എപ്പോഴും എല്ലാവരെയും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നോക്കാറുണ്ട്. പക്ഷെ ധ്യാനിനെ ഞാൻ ശരിക്കും ഒരു കള്ളലക്ഷണമുള്ള ഒരാളായിട്ട് തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകരും എല്ലാവരും ഒരിക്കൽ പോലും ഒരു നല്ല ലക്ഷണത്തോടെ ഞാൻ ആരും നോക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാം. അതിനു മുൻപ് ഞാനും എൻ്റെ ആളും എന്റെ ഫ്ലോറിൽ വരുമ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാനും എൻ്റെ ആളിനെ കുറിച്ച് പറയും. ഞാനും എൻ്റെ ആളും, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ എല്ലാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു നടിയായി ഇവിടെ നിൽക്കുന്നതിൻ്റെ എല്ലാം പുറകിൽ അദ്ദേഹമാണ്. ഒരു 16 വയസ്സിൽ മനോരമയിൽ ഒരു മുഖചിത്രം വന്നതോടുകൂടിയാണ് എനിക്ക് സിനിമയിൽ നിന്ന് ഓഫേഴ്സ് വരുന്നത്. അത് എൻ്റെ വീട്ടുകാർ വളരെ എന്താ പറയുക നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. നഴ്സിങ്ങിന് പോകുന്നു. പിന്നെ ഹസ്ബൻഡ് വരുന്നു ലൈഫിലേക്ക്. അപ്പോൾ എൻ്റെ പഴയ ഒരു ഇഷ്ടങ്ങളൊക്കെ ഞാൻ കുട്ടികളൊക്കെ ഒരു 5 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിനെയൊക്കെ
വളരെ എന്നെ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാനിപ്പം ഒരു പ്രൊഡ്യൂസർ ആൻഡ് ആക്ട്രസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഹീസ് ഓൺലി വൺ. സോ താങ്ക് യു അച്ചച്ച. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ ഞാൻ വന്നത് ഒരാളെ സ്പെഷ്യലി കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. സൂസൻ ചേച്ചി. ഞാൻ ആക്ച്വലി ഈ ഷോയിൽ കണ്ടപ്പം ഫസ്റ്റ് ശ്രദ്ധിച്ചത് സൂസൻ ചേച്ചിയുടെ ഒരു എപ്പിസോഡ്സാണ്. ഐ എം റിയലി അമേസ്ഡ്. യു ആർ ആൻ അമേസിംഗ് പേഴ്സണാലിറ്റി ചേച്ചി. സോ കീപ് ഇറ്റ് അപ്പ്. ചേട്ടാ, യു ആർ സോ ലക്കി ടു ഹാവ് യുവർ ആസ് ഹിസ് വൈഫ്. ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ ചേച്ചി സീറ്റിലേക്ക്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരെല്ലാവരും മാത്രമായിട്ട് ഒരുമിച്ച് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല തോന്നുന്നല്ലേ? ആണുങ്ങൾ മാത്രം. എന്നാ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാലോ? ഈ വായോ, എല്ലാരും വാ, പുരുഷന്മാരെല്ലാരും വരൂ. ജോൺ ചേട്ടൻ ഇപ്പൊ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാര് വരുമെന്ന് ദേവചേട്ടൻ ഇരിക്കുവാ. അശ്വതി, പുരുഷന്മാര് വരുമെന്ന് ഇവരെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ 8 പുരുഷ കേസരികളും ഇവിടെ അണിനിരന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തിനാ? ഓ, താങ്ക് യു. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതൊക്കെ വാരി ചുറ്റി ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊക്കെ വരുന്നതിനെ കഴിഞ്ഞ് 2 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ സാരി പോലെയുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എത്രത്തോളം അറിയാന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് ബുദ്ധിയുള്ളവർക്കേ മുട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പറയാം. നിങ്ങൾക്ക് അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഇതുവരെ അറിയേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു സാരി എങ്ങനെ ഉടുക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാണെങ്കിൽ നമുക്കൊരു സന്തോഷമാവും അല്ലേ? വേണ്ടാത്ത പണിക്ക് അല്ല, അങ്ങനെയല്ല. ഒട്ടുമിക്ക പുരുഷന്മാരും ഇതുപോലെ സാരിക്ക് പ്ലീറ്റ്സ് കൊടുക്കും. ഭാര്യയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ സാരിക്ക് പ്ലീറ്റ്സ് എങ്കിലും പിടിച്ചു കൊടുത്തിട്ടുള്ള. സാരി ഉടുപ്പിക്കണം. ഉടുക്കണം. അശ്വതി, ദേവൻ ചേട്ടൻ വേണമെങ്കിൽ അഴിക്കും. പിന്നെ ഭാര്യ സാരി ഉടുപ്പിക്കൊന്നും വേണ്ട ഇവിടെ വെച്ചിട്ട് അവനോൻ അങ്ങ് ഉടുത്ത് കാണിച്ചാൽ മതി. അവരുടെ സാരി അഴിക്കാനാണ് പെട്ടെന്ന് കഴിയുമായിരുന്നു. പ്രോപ്പർട്ടി വരട്ടെ, ആരാ നല്ലോണം സാരി ഉടുക്കുന്നത് അറിയാം. ഞാൻ നിത്യ ഉടുപ്പിച്ചാ മതി. അയ്യോ വേണ്ട. അല്ല, നല്ല ഇടി ഇവിടെ കിട്ടുമ്പോ അങ്ങ് ജമ്മൂന്ന് ഇടി വരുത്തണം. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാരി ഉടുത്ത് നോക്കിയിട്ടുണ്ടോ? ഷാജിയാണ് ചിലപ്പോൾ ഉടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയല്ല, സ്റ്റേജിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ല. ഫീമെയില് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഞങ്ങളൊന്ന് കാണാൻ പോവാണ്, നിങ്ങളുടെ ആ ഒരു കഴിവ് കാണാൻ പോവാണ്. ഇതെന്താ ഈ വാരി പൊതിഞ്ഞു നിൽക്കുന്നേ? ഞാൻ അടക്കൊടുക്കുന്ന വീട്ടിലെ കുട്ടിയാ. നിങ്ങളൊക്കെ കൈയടിക്കാതിന്. വിജയ്, നീ സാധാ വിജയ അല്ലാണ്ട് തമിഴ്നാട് വിജയല്ല കൈയടിക്കാൻ. സഹിച്ചേടാ, ഇത് മോശമാണ്. സഹിച്ചേടാ, നമ്മള് തമാശ അങ്ങോട്ടും കൂടെ ഒക്കെ എല്ലാരും പറയണം. എന്തെങ്കിലും പറയുമ്പോ. And your time starts now. ഇത് എങ്ങോട്ടാ കൊടുത്തത്? ഇത് ഏത് നാട്ടിലെ സാരിയാ? സായി ചേട്ടൻ ഇതെങ്ങനെ സാധിച്ചു? ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കൂടിയാണ്. അതല്ല, ഇതൊരു ഊഹത്തിന് ഞാൻ തട്ടിയേക്കണ. കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇത് രാവിലെ നമ്മള് ഉറക്കടിക്കുമ്പോ ചിലവര് ബെഡ്ഷീറ്റ് എടുത്ത് കെട്ടിട്ട് വന്നു. അതുപോലെ ഉണ്ട്. ഇത് ദേവേട്ടന് ഇത് കറക്റ്റ് ചെയ്യണ്ടായിരുന്നു, വേറെ ആരും ചെയ്തില്ലായിരുന്നെങ്കിലും. ഇത് എന്താ ദേവേട്ട, ഇത് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇടണ്ടേ? അത് ഞാൻ വേറെ ഇത് അടി കൂടി അപ്പുറത്തോടെ ഇടുന്നു. ഇത് ഓക്കെ, പക്ക. ആക്ച്വലി നല്ലോണം കൊടുത്തല്ലോ. അടിപൊളി, അടിപൊളി. ഈ സ്റ്റെപ്പിന് അടിപൊളി. ഇതെന്താ ഈ വാരി പൊതിഞ്ഞു നിൽക്കുന്നേ? ഞാൻ അടക്കൊടുക്കുന്ന വീട്ടിലെ കുട്ടിയാ. ഇവരെന്താ തണക്കണ്ട? ഇപ്പൊ ഒരു പാട്ടിടും, ഇതൊക്കെ റാംബോക്ക് ചെയ്യണം. അതിൽ റാംബോക്ക് ചെയ്ത ആളാണ് വിന്നർ. നല്ലതായി.
ഈശ്വര ഒരവസ്ഥ. മനുഷ്യന് നാണമില്ലേ? നിങ്ങൾക്കാദരാഞ്ജലി നേരട്ടെ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാരി രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഉടുത്തോണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഈസി അല്ലേ? ഈസി അല്ലേ? ആരും ചോദിക്കുന്നത് രാജോമ മറ്റേ എടപ്പള്ളി സിഗ്നലിൽ മറ്റേ പിള്ളേരെ കൊണ്ട് അവര് വരില്ലേ, പിള്ളേരെ ഒളിപ്പിച്ചു വെച്ചോണ്ട് അതേ കോസ്റ്റ്യൂമിലായിരുന്നു. ബുദ്ധിമുട്ടുള്ള ഈ സാരി നിങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങളല്ലേ പറയുന്നത് മറ്റേ ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി കാണണമെങ്കിൽ ഇതൊക്കെ കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്ര വലിയ പാടുള്ള കേസല്ല. ഞങ്ങൾ വെറും 3 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എല്ലാവരും സാരി ഉടുത്ത് തീർത്തത്. എങ്ങനെ ഇങ്ങനെയോ? അർജുൻ ഇങ്ങനെ സാരി എടുത്തിട്ട് നമുക്ക് മാധവിനെ പുറത്തേക്ക് ഇട്ടാലോ? ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് ജീൻസും ടീഷർട്ടും ഇടുക. പിന്നല്ല, പക്ഷെ സ്റ്റെബിൻ നന്നായിട്ട് സാരി ഉടുത്തു കേട്ടോ. സ്റ്റെബിൻ നന്നായിട്ട് എടുത്തു. പക്ഷെ ദേവൻ ചേട്ടൻ എടുത്തപ്പോ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് മറ്റേ ജയ് ഹനുമാനിലെ ഹനുമാനായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ ബുദ്ധി. അല്ല, സ്റ്റെബിൻ എന്തായാലും ചെയ്യാൻ പറ്റും. മാസത്തിൽ ഫുൾ ഡേ സാരി ഉടുത്ത പെണ്ണുങ്ങളെല്ലാം കാണുന്ന സീരിയലില്. എനിക്ക് മനസ്സിലാവാത്തത് അല്ല, ഒന്നും മനസ്സിലായി. അല്ലണ്ണ, മേക്കപ്പ് ചെയ്യുന്നതിന് ഫസ്റ്റ്, സാരി ഉടുക്കുന്നതിന് ഫസ്റ്റ്. ശരിക്കും എന്താ അവിടെ പരിപാടിയാണ്? എനിക്ക് പണ്ട് 1 മിനിറ്റ് കൊണ്ട് സാരി എടുത്ത് 1ാം സമ്മാനം മേടിച്ചിട്ടുള്ള ആളാ ഞാൻ. അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ചെയ്താ പോരെ? ഞാൻ എന്താ ജോർജ് ചേട്ടനെ വിളിക്കാത്തത് മനസ്സിലായില്ല. എനിക്ക് സ്നേഹമുള്ളോണ്ടാ. ഞാൻ എന്താ പറയണ്ടേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റെബിനാണ് നന്നായി ചെയ്തത്. കാരണം വളരെ വൃത്തിയായിട്ട് ശരിക്കും ഒരു സ്ത്രീ ചുറ്റുന്ന പോലെ തന്നെ ചുറ്റി. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. സുഖമില്ലാത്ത കുട്ടികളാ. അതല്ല, നമ്മളൊരു കാര്യം പറഞ്ഞ ഉടനെ അവരെല്ലാരും ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് വന്ന് എടുത്തു ചെയ്തു എന്നുള്ളതാണ്. അതിന് കൈയടി കൊടുക്കണം. അടിപൊളി. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ദേവൻ ഭായിയെ ഇതൊക്കെ നമ്മുടെ ഞാനൊരാൾ ഇനി ഒരുപാട് പ്രോഗ്രാം വരുമല്ലോ സി കേരളത്തിലും. എന്തായാലും സ്ഥിരം ആളായിട്ട് തന്നെ വെച്ചേക്കണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങ് ആറാടുക. ഇത്രയും ലൈഫ് പുള്ളിയുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു നല്ല ഗ്രൂപ്പ്, ഒരുപാട് കാര്യങ്ങൾ നല്ല. ഇന്നത്തെ എന്റെ ഇൻസ്പിറേഷൻ ഷീലുവായിരുന്നു. ഷീലുവിന്റെ സാരി ഉടുപ്പ് കണ്ടപ്പോൾ അതേപോലെ ഉടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ടാ ശീലം എടുത്തിട്ട് വന്നെന്ന് തോന്നുന്നു. അത്ര പെർഫെക്റ്റ് ആയിരുന്നു ഇവിടെ. അതെന്താന്ന് വെച്ചാൽ ദേവന്റെയും മറ്റേ യമുനയുടെയും കല്യാണത്തിന്റെ ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അന്നോട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഒന്ന് കാണണമെന്ന്. ദേവൻ ചേട്ടൻ ഇന്ന് ഉറങ്ങത്തില്ല. അപ്പൊ സാരിയോടൊക്കെ കണ്ടതോട് കൂടിയിട്ട് ഇനി എനിക്ക് കാണുവേ വേണം. ഇപ്പോഴാണ് ശരിക്കും ഓക്കെ ഗായ്സ്, അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊക്കെ പൊളിയാണ്. നിങ്ങളുടെ ഭാര്യമാർ അതിലും വലിയ പൊളിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരും കിട്ടിയ സാരിയും കൊണ്ട് വേഗം സ്ഥലം വിട്ടു. റോൾ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താലും നമുക്ക് ഒന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത ദമ്പതികൾ ഈ വേദിയിലേക്ക് വരികയാണ്. സുഹൃത്തുക്കളെ, സായി ചേട്ടൻ, രശ്മി ചേച്ചി, വിജയ് ആൻഡ് ശ്രുതി. സർപ്രൈസും സെന്റിമെന്റ്സും ഒരേ സ്റ്റേജിൽ. അതിന്റെ ഒരു എന്താ സംഭവിക്കാം?
സാജിയുടെ റോൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പോളി മീൻകറി വെച്ചിട്ട് തെളിയിച്ചാണ്. അത് മീൻകറിയിൽ മാത്രമല്ല അല്ലേ, ആള് കുക്കിങ്ങിൽ എഫിഷ്യന്റ് ആണ്. എങ്ങനെയാണെങ്കിലും അതിൽ നിൽക്കുന്നുള്ളത്. ബാക്കിയുള്ള കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഭാര്യയുടെ റോൾ ഒരു ദിവസം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ? അല്ല, അത്യാവശ്യം കുറെ ഒക്കെ ചെയ്യാം, പക്ഷെ കുറെ കാര്യത്തിലൊക്കെ കട്ട തോൽവിയാ. എന്ത് കാര്യത്തിലായിരിക്കും കട്ടത്തോൽവി? അതെ അല്ലേ, കുറച്ചുണ്ട്. ചേച്ചി എന്താ പറയണേ? അടുക്കി പെറുക്കി വെക്കലിത്തിരി നമ്മളിപ്പോ അടുക്കളയിൽ ഏൽപ്പിച്ചാലും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് കയറിയാലും നമുക്ക് 2 ദിവസത്തെ പണി ഉണ്ടാവും അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ. അത്രയും വൃത്തികേടാക്കി. ഇത് മെജോറിറ്റി പുരുഷന്മാരെ കുറിച്ചുള്ള ഒരു ആക്ഷേപം. അല്ല, അതല്ല, ഞാൻ എവിടെയെങ്കിലും വൈഫ് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, എന്നിട്ട് ഒരു 2-3 ടൈപ്പ് അല്ല അങ്ങനെയല്ല, ഒരു 2-3 ടൈപ്പ് കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഉറക്കെ റെഡിയാക്കി വെക്കും. പക്ഷെ തിരിച്ചു വന്നിട്ട് തലക്കെ വെച്ച് എന്നെ പ്രാകും. കാരണം അതിന് മാത്രം പാത്രവും സാധനവും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടാവും. അതില് 2 പേര് ഉള്ളെങ്കിലും കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ കാണണം. പാത്രത്തിൽ എടുത്ത് വെക്കുമ്പോ ക്വാണ്ടിറ്റി വേണം, അത്രയും ഉണ്ടാക്കി വെക്കും. പിന്നെ എന്ത് എടുത്താലും അവിടെ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വെക്കും. അല്ല, ഞാൻ വെക്കണടുത്ത് വെക്കും. പിന്നെ ഞാനത് നോക്കിയെടുക്കണം. ഇത് എവിടെ വെച്ചെന്ന് വിചാരിച്ചിട്ട് ഞാനത് തപ്പിപ്പിടിച്ച് അടുത്ത ദിവസം നോക്കിയെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്ത് സാധനമാണെങ്കിലും അതെ. ഇദ്ദേഹത്തിന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കണമെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് എവിടെ നിന്നൊക്കെ ഞാൻ പെറുക്കി എടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ചിലപ്പോ നമ്മള് മേളിലൊക്കെ ഈ അലമാരുടെ മേളില് ബർത്ത്ഡേ ഒക്കെ വല്ല സമയത്തൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുമല്ലോ. അപ്പൊ ചിലപ്പോ 2-3 എണ്ണമൊക്കെ അവിടെ ഇങ്ങനെ ചെതറി കിടക്കുന്നു. ഊരി ഇങ്ങനെ കറക്കി പലതും മനസ്സിലായി വരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? പാചകത്തിന്റെ കാര്യം, പാചകത്തിന്റെ കാര്യം പറയരുത്. പാചകം മാത്രമേ ഉള്ളൂ. അല്ല, പാചകത്തിൽ മാത്രമേ ഞാൻ കുറച്ച് പുറകോട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും മുമ്പോട്ടാണ്. അങ്ങനെയല്ല, ഇപ്പൊ വീട്ടിലെല്ലാ കാര്യങ്ങളും എനിക്ക് സഹായിക്കും കേട്ടോ. എല്ലാ കാര്യത്തിനും ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും സഹായിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് ഈ അടുക്കി പെറുക്കി വെക്കലെന്ന് വെച്ചാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. ഞാൻ ഈ കബോർഡൊക്കെ എത്ര വൃത്തിയാക്കി വെച്ചാലും 2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും എല്ലാം കൂടി നമ്മൾ പറയില്ലേ, ഈ അടുത്ത് എന്താ നമ്മൾ വായിച്ചൊരു മെസ്സേജ്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മളെ ബഹുമാനമുള്ള ഒരേ ഒരു സാധനം നമ്മുടെ കബോർഡിലെ എന്താണ് തുണികളാണ്. അതെ, കാരണം തുറക്കുമ്പോഴേക്കും എല്ലാം കൂടി നമ്മുടെ കാലിലേക്ക് വീഴുന്ന ഒരേ ഒരു സാധനം തുണികളാണ്. ഇന്നത്തെ നമ്മൾ റോള് റിവേഴ്സ് ചെയ്യാന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ വരുമ്പോൾ ചിലപ്പോൾ വിജയിക്കത് സഹായകമാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ യൂഷ്വലി വീട്ടിലെ ശ്രുതി ചെയ്യണ കാര്യങ്ങള് അല്ലെങ്കിൽ രശ്മി ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അപ്പൊ നമ്മൾ ഇവിടെ ഒരു റൂം ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പോകണം നിങ്ങൾക്ക് വേണ്ടിട്ട്. അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത പോലത്തെ റൂമല്ല, അതല്ല ആ റൂമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഒരു റൂം വൃത്തിയായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത് ഭാര്യമാർക്ക് അത് അലങ്കോലമാക്കാനുള്ള ഒരു അവസരം നമ്മൾ തരുന്നു. പക്ഷെ ഇവിടെ ആക്ച്വലി ശ്രുതി തന്നെ എപ്പോഴും അലങ്കോലാക്കുന്നതെന്ന് പറഞ്ഞു അലങ്കോലാക്കുന്നു. ഭർത്താക്കന്മാർക്ക് അത് അടുക്കി പെറുക്കാനുള്ള ഒരു അവസരം അടിപൊളി റീഅറേഞ്ച് ചെയ്യാം. ഞാനിപ്പോ പ്രോഗ്രാമിന് പോകുമ്പോഴേ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴേ നല്ല നീറ്റായിട്ട് എനിക്ക് മടക്കിയൊക്കെ പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് വെച്ച് തരും. ഞാൻ തിരിച്ചു വരുമ്പോ പെട്ടി തികയില്ല, വേറെ കിറ്റും കൂടി എടുക്കേണ്ടി വരും. കാരണം ഞാൻ എടുത്തിട്ട് റോൾ ചെയ്യും, എന്നിട്ടാ വെക്കണത്. അപ്പൊ അത്ര നീറ്റായിട്ട് മടക്കുന്ന ആളാ ഞാൻ. അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴേക്കും നമുക്കിത് അറിയാം. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസ് തന്നു. അപ്പൊ നമ്മള് ഇവർക്ക് 2 പേർക്കും ഒരു സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ബെഡ്റൂം, ഇത് നിങ്ങളുടെ ബെഡ്റൂം. ഓക്കെ, ഇത് അലങ്കോലപ്പെടുത്താനുള്ള അവസരം ഭാര്യമാർക്ക് കൊടുക്കുകയാണ്. പക്ഷെ ശ്രുതി സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ശ്രുതിക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല. ദിവസവും ഞാൻ അലങ്കോലപ്പെടുത്തും, ഞാൻ അത് വൃത്തിയാക്കി വെക്കും. ഇത് എപ്പോഴെങ്കിലൊക്കെ പിന്നെ എന്നെ അങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഭാര്യമാർക്ക് ഇത് അലങ്കോലപ്പെടുത്താനും ഭർത്താക്കന്മാർക്ക് ഇതൊന്ന് ഒതുക്കി വെക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഇതെല്ലാം കഴിയുമ്പോൾ സംഭവിക്കാമെന്ന് ഞാൻ പറയാം. ബ്രേക്ക് പറയൂ. ഷാജി ഇതെല്ലാം അടുക്കി വെച്ച് കഴിയുമ്പോ രശ്മി ഒറ്റ കരച്ചിൽ കയറി. ഷാജിയെ കൊണ്ട് അപ്പൊ നമുക്കൊന്ന് ബാക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് യൂഷ്വലി ഇവര് മുറി ഇട്ടിട്ട് പോവാറുള്ളത്. അപ്പൊ ഇതിന് മുറി ഇട്ടിട്ട് പോണെന്നല്ല പറയണത്, വീട് ഉപേക്ഷിച്ചു പോകും.
കണ്ണു തെറ്റിയ കൊച്ചോടി അലമാരിക്ക്. ഓക്കെ, അപ്പോ യുവർ ടൈം റിയലി സ്റ്റാർട്ട്സ് നൗ. നിങ്ങളൊക്കെ കൈയടിക്കാതിനാ? രണ്ട് സാരി കൂട്ടിയടിച്ചേക്കണമെന്ന് തോന്നുന്നു. വിജയിന്റെ ബെഡ്റൂമിനുള്ളിൽ പണിയെടുക്കുന്നതിന് ഞങ്ങൾ എന്തിനാ കൈയടിക്കുന്നത്? കറക്റ്റ്. എടാ വിജയ്, നീ സാധാ വിജയ അല്ലാണ്ട് തമിഴ്നാടൻ വിജയല്ല കൈയടിക്കാൻ. ജയത്തിൽ കുറഞ്ഞ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഇവ കറക്റ്റായിട്ട് ചെയ്യും, കൊച്ചിന്റെ സ്നഗി ഇടണ കാരണം. എന്താണ് മൃദംഗത്തിന്റെ കവറാ? എന്നെ മാത്രം ഉദ്ദേശം. നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വിജയ് എന്തടക്കി വെച്ചാലും ഇഷ്ടംപോലെ സ്ഥലം ബാക്കി വരുന്നതെന്ന്? അടിപൊളി അടിപൊളി അടിപൊളി. അലമാര ഒന്ന് തുറക്കേണ്ടതാണ്. അല്ല അല്ല അല്ല, ഇത് അങ്ങോട്ട് അത് ഇട്ടിട്ട് മോശമായി പോയി. സാരി ഇട്ടെങ്കിലും മോശമായി പോയി. ഞാനത് പിന്നെ ഉഴപ്പിയത് അല്ല, ഞാൻ ചെയ്യും ചോദിച്ചു, ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാ. ഇതിന്റെ അടി കിടക്കുന്ന ഇത്രയും തുണിയാപ്പം. ഇല്ല വിജയ്, അത് എടുത്തിട്ടുണ്ട്, ഇട്ടായിരുന്നാ? ഇല്ല, ഇട്ടതുകൊണ്ടാണ് ഷായി ചേട്ടൻ മടിച്ചത്. അല്ലല്ല അല്ല, ഞാൻ കളിക്കൂ, ഞാൻ ചെയ്തേനല്ലേ, കറക്റ്റായിട്ട് ചെയ്തേനെ. സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാ, ഞാനത് ഇഷ്ടമുണ്ടാ. നമ്മൾ ഗെയിം ആണെങ്കിൽ അതിന്റെ ഒരു ഇതിന് പോണ. അതെ അതെ കറക്റ്റാ. തോറ്റപ്പോ കൊഞ്ഞനെ കാണിക്കുന്നത് അല്ലല്ല, തോറ്റിട്ടല്ല, തോക്കണം ജയത്തിനൊന്നും കാര്യമില്ല. നമ്മളത് ചെയ്യുമ്പോ അതിന്റെ മാന്യമായിട്ട് രീതി ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്നാ. അല്ല, ഒരു ഗെയിമായിട്ട് ചെയ്യുമ്പോ അത് ചെയ്ത് ശരിയല്ല. ഷാജി ചേട്ടാ എന്താ കിതയ്ക്കുന്നുണ്ട്? കിതയ്ക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞു, നമ്മളത് എന്തുകൊണ്ടാ? അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ മനസ്സിലാക്ക്. ഇതേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, അതെടുത്ത് ഇട്ടോണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്ന. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ്ങാ. അത് ഇവര് ഈ ഹരിച്ചേട്ടന് ഞാനും സായിച്ചേട്ടനും പറഞ്ഞ് തെറ്റിക്കണമെന്ന് ഹരിച്ചേട്ടൻ മനസ്സിലാക്കി. വിജയ് ചെയ്തത് മോശം. കാരണം വിജയ്ക്ക് തന്ന ടാസ്ക് വിജയ് ചെയ്യണത്. അത് സാരി സായിച്ചേട്ടൻ മടക്കി വെച്ചതാണ്. ബാക്കി നമ്മൾ തമാശ കാണിക്കണം. നിങ്ങൾ കണ്ടു, നിങ്ങൾ കണ്ടിട്ട് അയാള് മടക്കിക്കോളൂ. വളരെ മോശമായി പോയി. കാരണം വിജയ് സാരി മടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടതാ. നിങ്ങളെ സാരി ആദ്യം മടക്കിയ രസമായിരുന്നു. എന്നിട്ട് അവിടെ നിങ്ങൾ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വിജയ് നിങ്ങളെ സാരി ഇവിടെ വിരിച്ചിട്ടപ്പോ നമ്മൾ ആ ബിഗ് ബിയില് അതല്ല ഞാൻ അതല്ല പറഞ്ഞു. ഞാനിവിടെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ടാസ്കിൽ അങ്ങനെ അതല്ല. ഇത് നമ്മൾ ടാസ്ക് ചെയ്യണല്ലേ, ടാസ്ക് ചെയ്യണം. ഒരാൾ തോക്കും, ഒരാൾ ജയിക്കും, അത് ഉറപ്പാ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് എടുത്ത് വാരി ഇട്ടത് ഞാൻ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ചെയ്യാണ്ടിരുന്നത്. അല്ലെങ്കിൽ അശ്വതി അത് പറയണായിരുന്നു.
അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അശ്വതി ഇടപെട്ടില്ല. അതൊരു തെറ്റ്. അശ്വതി പറഞ്ഞില്ല. അശ്വതിയുടെ ഭാഗത്താണ് ഏറ്റവും തെറ്റ്. അശ്വതിയാണ് ലീഡ് ചെയ്യേണ്ടിയിരുന്നേ. അല്ല എന്നിട്ട് നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞു അശ്വതിയുടെ തെറ്റാണിത്. വിജയ് ചെയ്തത് തെറ്റ് തെറ്റാണെന്ന് വിജയ് അല്ല ഞാൻ ഈ പറഞ്ഞത് അശ്വതി നിങ്ങൾ വേറെ നിങ്ങൾ വേറെ ലെവലിലെ വർത്താനം പറഞ്ഞു. ഞാൻ ആ ലെവലിലല്ല വർത്താനം പറഞ്ഞത്. നമ്മൾ ഇത്രയും നേരം 6 മണിയായിട്ട് തൊട്ട് ഇവിടെ വന്നിരിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ബെൽറ്റൊക്കെ കൊണ്ട് എനിക്ക് രാവിലെ തൊട്ട് എനിക്ക് പ്രശ്നമായിട്ടിരിക്കുക. ഒരു സാധനം കൊണ്ട് തരില്ല, ഒന്നുമില്ല. നമ്മൾ ഈ രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ഷൂട്ടിങ്ങിന് വേണ്ടി തന്നെ വന്നിരിക്കണതാ. ഞാൻ തമാശ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ ആളാ നിങ്ങളുടെ അടുത്ത്. അല്ല പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യണ പോലെ അല്ല വിജയ്, പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യണ അല്ലല്ല അല്ല ഷാജി, ഇത് വേൾഡ് കപ്പ് ഫുട്ബോൾ ഒന്നും അല്ലല്ലോ. അല്ല സാറേ, അത് പിന്നെ ഇൻസൾട്ട് ചെയ്യണ പോലെ വർത്താനം പറയാം. അത് തന്നെ ഞാൻ പറഞ്ഞത്. അയ്യോ, ഞാൻ ഇവരുടെ അടുത്തൊക്കെ ചിരിച്ചും കളിച്ചും അല്ലാണ്ട് വർത്താനം പറയാറില്ല. നമ്മൾ ഇവിടെ അയൽക്കാരാണ്, അവിടെ അയൽക്കാരാണ്. അപ്പൊ എന്റെ ഒരു അയൽക്കാരൻ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ജോണി ചേട്ടാ? അല്ല സാറേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എനിക്ക് രാവിലെ തൊട്ട് ഒന്നാമത് വന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ കംഫർട്ടല്ലേ ഇപ്പൊ. ഓരോ കാര്യത്തിനും ഇവിടെ ഓരോ പ്രശ്നങ്ങൾ തന്നെ. അപ്പൊ അത് ചേട്ടാ ഇങ്ങനെ ഇത്രയ്ക്ക് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതില്ല, കാര്യമില്ല, അത്രയ്ക്ക് പറയേണ്ടത്. അല്ല കാര്യമില്ലെന്ന് ഞാൻ എന്റെ കാര്യം പറഞ്ഞു. കേസല്ല, അതിനെന്താ എത്ര വലിയ പ്രശ്നം? സാരിയുടെ കേസല്ല, അത് നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ അതിന്റെ രീതി തന്നെ. അല്ല ചേട്ടാ, അത് പറഞ്ഞു ചേട്ടാ. ചേട്ടാ നിൽക്കുക ചേട്ടാ. സായിച്ചേട്ടാ ഇത് മോശമാണ് സായിച്ചേട്ടാ. നമ്മൾ തമാശ അങ്ങോട്ടും കൂടെ ഒക്കെ എല്ലാരും പറയണം. എന്തെങ്കിലും പറയുമ്പോൾ സായിച്ചേട്ടാ അല്ല, ഞാൻ വിട്ടുതരാം, ഞാൻ തിരിച്ചെടുക്കാം. തമാശ പറയുമ്പോ തമാശയായിട്ട് പറഞ്ഞു എപ്പോഴും അവരോട് കൂടാൻ. പക്ഷെ അവന്മാര് രാവിലെ തൊട്ട് അവൻ കാണിക്കുന്നത് വളരെ മോശം. സായിച്ചേട്ടാ ഞാൻ തോറ്റുതരാന്ന്. സായിച്ചേട്ടാ വരണം. അല്ല കഴിഞ്ഞു. അല്ല തോറ്റുകാരണ്ടെന്ന്. അല്ല ഞാൻ ചെയ്ത തെറ്റാണ്. അല്ല തോറ്റ് തന്നെ അല്ലല്ലോ വിഷയം. നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ. സീരിയസ് എപ്പോഴും നമ്മൾ തമാശ പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാം. ചേട്ടൻ വരണം, ചേട്ടൻ വരണം. ഒരു മിനിറ്റ്. അല്ല സോറി പറയാം, ചേട്ടൻ വരണ്ടേ? തിരിച്ചു വന്നാലേ പറ്റുള്ളൂ. ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സേഫ് എന്ന് പറയണ്ട. ഒരു സെക്കൻഡ്. ചേട്ടൻ ഇപ്പൊ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സാറേ ഒരു അല്ല വിജയ്ക്ക് കുറച്ച് സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് വിജയ് സംസാരിക്കാൻ എല്ലാം ശരിയാവണമെന്നില്ല. ചേട്ടൻ വരണം, എന്നാലും എനിക്ക് എന്തെങ്കിലും പറയാം. അല്ല വിജയ് കുറച്ച് സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ചേട്ടാ അതാണ്, ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അപ്പൊ ഇതിൽ ഞാൻ എന്ത് പ്രായശ്ചിത്തോടെ ചെയ്യണം? അല്ല പ്രായശ്ചിത്തമല്ല, ഞാൻ പറഞ്ഞല്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചത് അതാ ഞാൻ പറഞ്ഞോളൂ. ചേട്ടന് തോന്നിയതായിരിക്കും ഞാൻ ഇത്ര നാൾ വന്നിട്ട് നിങ്ങളോടൊക്കെ പെരുമാറണം എങ്ങനെ? ഞാൻ വല്ല കളിയാക്കൂ തമാശ അല്ലാണ്ട് സീനിയർ ആർട്ടിസ്റ്റ് ആണ്. എന്നാൽ പോലും ഞാൻ അപ്പോഴും അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം പോലും ഇല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കണം. അതാണ് എനിക്ക്. അല്ല അത് ഞാൻ അത് എന്താ ഇപ്പൊ മാപ്പാണോ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മാപ്പ് ചോദിക്കാന്നുള്ള മാപ്പ് ചോദിക്കാനുള്ള പറയുന്നത് വളരെ മോശം. അല്ല അശ്വതി ഇതിനിടെ നിൽക്കണല്ലോ. ഒരു മിനിറ്റ്, ഈ റൗണ്ടിന്റെ പേര് പരിഭവം റൗണ്ട്. പരിഭവം. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാം. ഷാജേട്ടാ, അവൻ നിങ്ങളുടെ ഒരു അനിയനാണ്. അല്ല ഞാൻ എങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്? സ്വാതന്ത്ര്യം കൊണ്ട് അവനൊരു തമാശ പോലെ ഒരു കാര്യം ഷായിച്ചേട്ടൻ ഒരു പക്വതയുള്ള ഒരാളെന്നുള്ള നിലയിൽ ഷായിച്ചേട്ടൻ അവനോട് അത് ക്ഷമിക്കണം. അതേ ഉള്ളൂ. അല്ല ഞാൻ ക്ഷമയുടെ കാര്യം ഒന്നുമില്ല സാറേ. ഇവിടെ ഈ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാങ്ക് കാണിച്ചാട്ടാ. അല്ല ഞാൻ പറഞ്ഞ റിയാലിറ്റി ഷോയിലെ ഏറ്റവും എനിക്ക് അങ്ങോട്ട് ആ ഒരു റിയൽ ആയിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പിന്നെ എനിക്ക് സംശയമായിട്ടോ, ശരിക്കാണോ ഇടപെടണോ വേണ്ടേ? രശ്മി ചേച്ചി ഇതിനിടയ്ക്ക് സൈഡിൽ കൂടെ എന്റെ അടുത്ത് ശരിക്കും ഞാൻ വിചാരിച്ചു രശ്മി കരയൂന്ന് കേട്ടോ. ആ പരിവായി ഞാൻ വിചാരിച്ചു രശ്മി ചേച്ചി എന്നെ എടുത്തിട്ട് ഇരിക്കുമല്ലോ, അതിന് കേസ് പറയാൻ പോകണല്ല. എന്റെ സഹോദരോ ഇതെല്ലാം പറഞ്ഞു സ്റ്റേജിങ്ങനെ റേസ് അത് ശരിയായില്ലെന്ന് പറയില്ലേ? അപ്പൊ രശ്മി അല്ല എനിക്ക് മറ്റു ഉദ്ദേശം ഉണ്ടായിരുന്നു സാറേ. ഇവൻ ഇതിന്റെ വിജയം ആഹ്ലാദിക്കാൻ പാടില്ലായിരുന്നു, അത് ആഘോഷിക്കാൻ പാടില്ലായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഷാജി സർപ്രൈസ് കൊടുത്തു. അല്ല ഇതിപ്പോ എന്തായാലേ അവനായതുകൊണ്ട് ഞാൻ ഇടി കൊള്ളാഞ്ഞത്. രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തു. ഈ കട്ടിലിന് അടിയിലേക്ക് തള്ളിയ തുണി ഒഴിച്ചാൽ അത് ഞാൻ വൈകിട്ട് മടക്കി തന്നിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അത് എന്നിട്ടേ വിടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ റോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. റോൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്ന കപ്പിൾസ് അർജുൻ ആൻഡ് മാധവി, ഹരിചേട്ടൻ ആൻഡ് സബ്ബി. അപ്പൊ നമ്മള് റോൾ
റോള് റിവേഴ്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആര് എന്തൊക്കെ റോൾ ചെയ്യണം എന്നുള്ള ഇതൊരു തീരുമാനമെങ്കിലും ആയിട്ടുണ്ടോ വീട്ടില്? എത്രയായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? 3 മാസം 7 ദിവസം. ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കുറച്ച് നാളത്തേക്ക്. അല്ല, കുറച്ചാണല്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ വേണം. തീർന്നടാ, തീർന്ന്. വല്ലാത്ത ആത്മവിശ്വാസത്തിലാ കുട്ടി. എന്റെ ഞാനത് കുറച്ച് കൊടുക്കുന്നുണ്ട്. വിശ്വാസമുണ്ട്, അവിടെ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ പറയൂ, എന്റെ ഹരിച്ചേട്ടൻ ഇങ്ങനെ റോൾ റിവേഴ്സ് ചെയ്ത് എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? പിന്നെ ഞാൻ വീട്ടിലോട്ട് വരത്തില്ല അശ്വതി, കാരണം ആ വീടിന്റെ അത് അലങ്കോലമാക്കാൻ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ഒന്ന് മാറി നിന്നാല് ആ വീട്ടില് എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടിക്കൂട്ടാമോ അതെല്ലാം കാണിച്ചു. ഞാൻ വേറൊന്നുമില്ല ഉദ്ദേശിച്ചത്, അങ്ങനെ അന്തം വിട്ട് നോക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിലേക്ക് എനിക്ക് എന്റെ ഭർത്താവ് വിശ്വാസം. പുള്ളിക്കാരൻ്റെ ഇഷ്ടം ഇപ്പം ഈ ഷവായി ചിക്കന്, ആ ഒരു പീസോ 2 പീസോ കഴിക്കുന്നതിന് ആ വീട്ടിലെ സകല പ്ലേറ്റുകളും എടുക്കും, ഗ്ലാസ്സുകൾ എടുക്കും, സകലം നിരത്തി വലിച്ച് വാരിയിടും. വൈകിട്ട് വന്നു എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്നറിയും, ഞാൻ മേളത്തെ നിലയിലായിരിക്കും. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ ഒക്കെ കാര്യങ്ങളാണല്ലോ, വരുമ്പോഴേ പാത്രങ്ങൾ എറിയുന്നത് കേൾക്കാം, നാശമാണെന്നുള്ളതൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ വന്നെന്നുള്ളതിന്റെ സൈറ. അപ്പൊ എന്തായാലും നമ്മൾ ഇവർക്ക് ഒരു വീട്ടിലെ യൂഷ്വലി ചെയ്യുന്ന അല്ലാത്തൊരു സംഭവം റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. തേച്ചിട്ടുണ്ടോ? എത്ര പേരെയാണ്? ഇതാ നേരല്ല, ശരിക്കും അയൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേൾക്കാനോ? ഇഷ്ടല്ല. അല്ല, അവൻ തേച്ചിട്ടുണ്ട്, അമ്മക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. ഇല്ല, ഞാൻ എന്റെ ഷർട്ടൊക്കെ തേക്കും. പപ്പയ്ക്ക് ഭയങ്കര മിസ്റ്റർ പെർഫെക്റ്റ് ആണ്. അപ്പൊ പപ്പയ്ക്ക് മറ്റേ തേച്ച് പാണ്ടികളൊക്കെ തേക്കണ പോലെ, അങ്ങനെയല്ല, നമ്മുടെ തമിഴന്മാരൊക്കെ വടിയായിട്ട് ഇങ്ങനെ മടക്കി തേച്ച് അങ്ങനെയൊക്കെ വെക്കണം. അത് എന്നെ കൊണ്ട് പറ്റാത്ത കാരണം ഞാൻ എന്റെ മാത്രം തേക്കുള്ളൂ. ഇത് ഷർട്ട് തേച്ചാൽ മതിയായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞില്ല അശ്വതി. ഓ, തേച്ച് മടക്കണം. തേച്ച് മടക്കണം. അപ്പൊ പ്രോപ്പർട്ടീസ് കൊണ്ടുവരും. ധ്യാൻ ചേട്ടൻ അങ്ങനെ തേക്കണം നിർബന്ധമില്ലാത്ത ആളാണല്ലേ? ഞാൻ തേച്ചിട്ടുമില്ല, ആരെ കൊണ്ട് തേപ്പിക്കാറുമില്ല. ഞാൻ വേണം മുണ്ടം കൊടുത്ത് അവർ തേച്ച് തരും. അകത്തൊന്നും തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ. അപ്പൊ നമ്മൾ കുറച്ച് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വൃത്തിയായിട്ട് തേച്ച് മടക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ജോൺ ചേട്ടാ, എത്ര സമയം കൊടുക്കാം? 10 മിനിറ്റ് എടുത്തോട്ടെ. 10 മിനിറ്റ്. ആള് ജീവിതത്തിൽ ഇതുവരെ ഒരു ഷർട്ടെങ്കിലും അയൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. ജോണി ചേട്ടൻ തേക്കാറുണ്ടോ? എനിക്ക് എന്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്നായിരുന്നു അറിയോ? അലക്കി തേച്ച് തരുന്ന ഒരു പെണ്ണായിരിക്കണം. ശരിക്കും സത്യം. ഞാൻ ചേട്ടത്തിയോട് പറയായിരുന്നു, കറക്റ്റ് ഷൈനിയോ പൊന്നു പോലെ അലക്കി തേച്ച്. ഇപ്പൊ അലക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ തേച്ചിട്ടുണ്ട്, വേറെ മാർഗമില്ലാതെ വരുമ്പോ തേക്കുമല്ലോ. പക്ഷെ നമ്മൾ തേച്ചാ പെർഫെക്റ്റ് കിട്ടുക. പക്ഷെ ധ്യാൻ ചേട്ടന്റെ മുണ്ട് കണ്ടപ്പോഴേ ധ്യാൻ ചേട്ടൻ അങ്ങനെ തേക്കണം നിർബന്ധമില്ലാത്ത ആളാണല്ലേ? ഞാൻ തേച്ചിട്ടുമില്ല, ആരെ കൊണ്ട് തേപ്പിക്കാറുമില്ല. വേണ്ട. അല്ല, ഞാൻ വേണം മുണ്ടം കൊടുത്ത് അവർ തേച്ച് തരും. അകത്തൊന്നും ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ തേപ്പ് എങ്ങനെയുണ്ട് നോക്കാം. തുടങ്ങാം അല്ലേ? ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ജോബിച്ചേട്ടൻ ബാഗൊന്നും ശ്രദ്ധിച്ചോട്ടെ, ജോബിച്ചേട്ടൻ പാൻറ്റാന്ന് തോന്നുന്നു വന്നിട്ടുള്ളൂ. ആ തേപ്പോട്ടയുടെ സ്വിച്ച് ഓൺ ചെയ്യടാ. നിനക്കെന്റെ കട്ടപ്പോ കണ്ടാലേ തൃപ്തിയാകത്തുള്ളല്ലേ? ഹരിയണന് മറ്റേ പലകയില ഇട്ട് കൊടുത്തെങ്കിൽ പറഞ്ഞു ചെയ്തേനെ. ചേട്ടാ, എന്ത് സാധനം ഇട്ടത്? സാരിയാ? അത് വരെ തേക്കണമല്ലേ? അതെന്താ പാവാടയ്ക്ക് ഒരു കുറവ്? അതുവരെ തേക്കാമല്ലോ അല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. നല്ലോണം തേക്കുന്നുണ്ട് കേട്ടോ. നമ്പർ അപ്പൊ റോൾ ചെയ്യുവാണോ? ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഇവനെന്താ പൊറോട്ട അടി? എടുത്തെടുത്തു, അതെടുത്തു. പഞ്ചാബി
ഹരിച്ചയുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബാക്കിയുള്ള അശ്വതി, ദേവൻ ചേട്ടൻ അരയ്ക്കുന്ന സമയത്ത് ഒരു പാട്ടിട്ട് നല്ല ആ പാട്ടിനനുസരിച്ചിട്ടൊക്കെയാണ് അവർ അരച്ചത്. അപ്പൊ തേക്കുമ്പോ അതുപോലെ ഒരു പാട്ടിട്ട് ആ ഒരു മൂവ്മെന്റ് ഒക്കെ ചെയ്തിട്ട് തേക്കുമ്പോഴല്ലേ അതിനൊരു ഇത്. അവ വരട്ടെ പാട്ട്. തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തെപ്പുപെട്ടി പോലെ അർജു ആ ചൂടില്ല. എന്താ പരിപാടി? ഹെൽപ്പ് ആണോ? തെപ്പുപെട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ല പെണ്ണെ തേച്ചിട്ട് പോയില്ല പെണ്ണെ ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വടിയായി. രാവിലെ ജോത്സ്യന്റെ വീട്ടിൽ ചെന്ന ഇതേ സീൻ തന്നെ കാണുന്നത്. തേച്ചു കൊടുക്കും. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. എന്ത് തേക്കാനോ? ഹരി നല്ലൊരു തേപ്പുകാരനാണെന്ന് ഞങ്ങൾക്ക് അർജുന, നീ രമണികയിൽ നിന്നാണോ? രമണിക ടെക്സ്റ്റൈൽസിൽ നിന്നാണോ? എന്താണ് അത്ര കറക്റ്റായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആയി പോയി അല്ലേ? കുറച്ചും കൂടെ കട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. മതി മതി, ഇതൊക്കെ കട്ടിയാ. എന്തോ ഈ സ്റ്റേജ് പറമ്പായിരുന്നെങ്കിൽ നിങ്ങൾ കിളക്കാനൊക്കെ പറഞ്ഞേനും. അല്ലേ? നീ മിണ്ടാണ്ടിരിക്കും. നീ എന്റെ ആളാണ്, നീ അവരുടെ ആളാണ്. സമയം കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നാ? ഓക്കെ, അടിപൊളി അടിപൊളി. അവിടെ തേച്ചത് ഇങ്ങ് എടുത്ത് വെക്കുമോ? നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ട്. ഇപ്പോഴല്ല 4 പീസ്. ഒരു സാരി, ഒരു പഞ്ചാബി ജുബ്ബ, ഒരു പാന്റ്, ഒരു ബനിയൻ. വെറൈറ്റി വെറൈറ്റി. അവിടെയോ? അപ്പോ ഗംഭീര പ്രകടനമായിരുന്നു എന്നൊന്നും പറയാനില്ല. എന്നാലും അല്ല, ഇതിനകത്ത് വേറെ കാര്യം ഉണ്ട്. ഈ ആണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഇവരുടെ മുഖത്ത് രണ്ടുപേരുടെ. അങ്ങനൊന്നുമില്ല. ആണുങ്ങള് പെണ്ണുങ്ങള് ജോലി വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇനി വീട്ടിലേക്ക് തേപ്പുകാരനെ ക്യാൻസൽ ചെയ്യാം. ആഴ്ചയിൽ ഒരു തമിഴം വരുന്നുണ്ടായിരുന്നല്ലേ? ഇനി അത് വേണ്ട. അർജുനെ കയറി അണ്ണാച്ചിന്ന് വിളിക്കുന്നു. നമ്മുടെ ധ്യാനൊന്നും മിണ്ടുന്നില്ല. ധ്യാനം എന്നോട് ചോദിക്കുകയാണേ, ഇതിനൊക്കെ ഉള്ളു, ഇതിനാണോ ജോലി ചേട്ടൻ പൈസ മേടിക്കുന്നത്? നല്ല സുഖമാണ്. ജോൺചേട്ടൻ എങ്ങനെ രാവിലെ ലേറ്റ് ആയിട്ട് വരുന്ന വൈകിട്ട് നേരത്തെ പോകുന്നു? ഷൂട്ടിലും അങ്ങനെയൊക്കെ തന്നെയാ. നേരത്തെ ലേറ്റ് ആയിട്ട് വരും, നേരത്തെ പോകും. ലേറ്റ് ആയിട്ട് വന്നാൽ എന്താ? അതുകൊണ്ടല്ല എല്ലാ ടേക്കും ഓക്കെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചമ്മന്തിയും ഇതൊക്കെ ടേസ്റ്റ് ആണോ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു, അടിപൊളി.